ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ മട്ടൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിനു മുന്നേയായി ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു മട്ടൻ്റെ തല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി ഇത് നമുക്ക് ഒരു ചട്ടിയിലോട്ട് മാറ്റാം. ഞാൻ സാധാരണ ഗ്യാസിൽ വെച്ചിട്ടല്ല ചെയ്തെടുക്കുന്നത്, അടുപ്പിൽ വെച്ചിട്ടാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 10 അല്ലി ചെറിയ ഉള്ളി ചതച്ച് എടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം വറുത്ത് പൊടിച്ചതാണ്, അത് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത്, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, ഒരൽപ്പം വേപ്പില, ഇതെല്ലാം ചേർത്ത ശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂൺ കൂടി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഇത് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഈ തലക്കറി വെക്കുമ്പോൾ നമ്മൾ അടുപ്പിൽ വെച്ച് വിറക് വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇത് തലവേദനയ്ക്കുള്ള ഒരു ബെസ്റ്റ് മെഡിസിൻ കൂടിയാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇടയ്ക്കിടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഒന്നുകൂടി കുക്കാവാനുണ്ട്. ഇതിൽ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് ഞാൻ അല്പം മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മട്ടൻ തലക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. Thank you for watching.